ഈ വീഡിയോ കളി ചിരി തമാശകൾ അങ്ങനെ ഉള്ള വീഡിയോ അല്ല കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, കുറച്ച് ഹൃദയസ്പർശിയുമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിവിടെ ഞാൻ പറഞ്ഞ് ആരെയും അവഹേളിക്കാനൊന്നും അല്ല. നിങ്ങൾ ലാസ്റ്റ് വരെ കേട്ടിട്ട് അത് മനസ്സിലാക്കണം. ഞാൻ പറയുന്നതിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ഒരു ക്രക്സ് മനസ്സിലാക്കണം കേട്ടോ. വേദന കൊണ്ടാണ് ഞാനത് തുറന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് 1999 ശേഷം, അതെ, ഒരു അതെ 2000 എന്ന് തന്നെ പറയാം, ഏർലി 2000 ആ സമയത്താണ്. ഇത് എന്നെ ഓർമ്മിപ്പിക്കാൻ കാര്യമുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് വരാം. ഇത് എന്നെ ഓർമ്മപ്പെടുത്താൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്കൂൾ യൂണിഫോമിലുള്ള ഒരു പയ്യൻ സൈക്കിൾ ചവിട്ടിയിട്ട് പോകുമ്പോൾ ഒരു യുവതിയുടെ നിതംബത്തിൽ കയറി പിടിക്കുകയോ എന്തോ ചെയ്യുന്ന, നമുക്കത് വേഗമായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ചെയ്യുന്നിട്ട് ഈ പെൺകുട്ടി, സ്ത്രീയോ പെൺകുട്ടിയോ, അവർ പിറകിൽ ഓടി അവനെ പിടിക്കാൻ ശ്രമിക്കുന്നതും, പിന്നെ ഇപ്പം അവൻ്റെ പുറകിൽ അവർ നടന്ന് അവർ കേസൊക്കെ രജിസ്റ്റർ ചെയ്തു. എന്നാലും അവർ കേസ് രജിസ്റ്റർ ചെയ്തില്ല, അവരവനെ കണ്ടുപിടിച്ചു. എന്നിട്ട് പറഞ്ഞു പയ്യന് ബുദ്ധിമുട്ടുണ്ടാവണ്ടല്ലോ എന്ന് ഓർത്ത് കേസ് രജിസ്റ്റർ ചെയ്യാതെ അവനെ പറഞ്ഞ് വിട്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവൻ്റെ ഉത്തരമാണ് എനിക്ക്, അവൻ പറയാണ് അവരുടെ ആ ഭാഗം നിതംബം കണ്ടപ്പോൾ എനിക്ക് കയറി പിടിക്കാൻ തോന്നിയെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊക്കെ വളർന്നു വന്നൊരു സാഹചര്യത്തിൽ ഈ വേർഡ് പോലും ഞങ്ങളുടെ വീട്ടിൽ നിഷിദ്ധമായിരുന്നു. ഇങ്ങനെയുള്ള വേർഡുകൾ, ഒരു ശരീരഭാഗത്തിൻ്റെ പേരാണത്, അതുപോലെ നമ്മൾ വായ കൊണ്ട് പറയാൻ അനുവദനീയമായിരുന്നില്ല. അത് ഒരു കണക്കിന് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, ഒരു കണക്കിന് അത് ഓക്കെയാണ്. കാരണം നമുക്കൊരു അവബോധം ഉണ്ടാവും ഇതെല്ലാം ഡോണ്ട് ടച്ച് എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഉൾപ്പെട്ടതാണെന്ന് പറയാതെ പറയുകയാണ് അച്ഛനമ്മമാർ അന്നത്തെ കാലത്ത്. ഇന്ന് ഇപ്പം അച്ഛനമ്മമാർ അത് പറയാതിരുന്നത് കൊണ്ട് കാര്യമില്ലാത്തത് കൊണ്ടും എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചേക്കല്ലേ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ. അപ്പോൾ ഇതെല്ലാം ഒരു വിരൽ തുമ്പിൻ്റെ അറ്റത്ത് നമ്മുടെ റൂമിൻ്റെ ഉള്ളിൽ കിട്ടുന്ന കാര്യമായതുകൊണ്ടും ഞാൻ ആ വേർഡ് ഉപയോഗിക്കുകയാണ് കേട്ടോ. സാധാരണ രീതിയിൽ അത് പറയുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ട്, ഇത്രയും തുറന്ന് സംസാരിക്കുമ്പോൾ നീ ഇങ്ങനെയുള്ള വേർഡ്സ് പറയരുതെന്ന് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ അത് ഇന്നത്തെ മാറിയ സാഹചര്യത്തിലുള്ള ഞാനത് പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്കത് മനസ്സിലാക്കി തരുന്നത് എൻ്റെ ഒരു, ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും ചുമതലയൊക്കെ അതൊക്കെ തന്നെയല്ലേ. ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു എന്താ കമ്മിറ്റ്മെൻ്റ് ആണ് ഞാനിപ്പോൾ ഈ ഇതിൽ വന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് 2000 സംഭവിച്ച ഒരു കാര്യമാണ്. ഞാനും എൻ്റെ മകളും, മോൾക്ക് 3.5 വയസ്സൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഒറ്റയ്ക്ക് അധികവും ട്രാവൽ ചെയ്യാറുണ്ട്. എല്ലായ്പ്പോഴൊന്നും അരവിന്ദ് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. പക്ഷെ അന്ന് അരവിന്ദ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ട്രെയിനിൽ മിഡിൽ ബർത്തിൽ ഞാനും, താഴത്തെ ബർത്തിൽ അല്ല 2 മിഡിൽ ബർത്ത് ഇങ്ങനെയുള്ളതിൽ, ഇതിൽ മോളും ഇതിൽ ഞാൻ, മുകളിൽ വേറൊരു പയ്യൻ, ഇവിടുത്തെ ഇതിൽ അരവിന്ദ് കിടക്കുന്നു, താഴെ ഈ പയ്യൻ്റെ അമ്മ. ഈ മുകളിൽ കിടക്കുന്ന പയ്യന് ഒരു 14 വയസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെല്ലാവരും അന്ന് ഓവർനൈറ്റ് ട്രെയിനാണ് കേട്ടോ. ആ ഓവർനൈറ്റ് ട്രെയിനിൽ നമ്മൾ ഭക്ഷണം പൊതിച്ചോറ് കൊണ്ടുപോകുന്ന തിരക്കാണ് എനിക്ക് എപ്പോഴും കേട്ടോ. വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും ഞങ്ങൾ ഈ മുകളിലത്തെ ബർത്ത് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ കയറിയിരുന്ന് കഴിക്കും. ഞാനും മോളും അരവിന്ദും അതിൽ കയറിയിരുന്ന് കഴിക്കും, ഓരോരുത്തരായിട്ടിട്ട്. അപ്പോൾ അരവിന്ദിന് എപ്പോഴും അപ്പബോത്ത് വേണം, സുഖമായിട്ട് ഉറങ്ങും, എന്ത് വന്നാലും എന്തായാലും അറിയില്ല. അപ്പോൾ അരവിന്ദ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങി. മോളും ഞാനും ഷെയർ ചെയ്യാണ് എപ്പോഴും ബർത്ത് പതിവ്. എടുക്കുവാണെങ്കിലും സീറ്റ് എടുക്കുകയാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് കിടത്താൻ പേടിയായതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കിടത്തും. സീറ്റ് ഉണ്ടാവും, കാരണം ചില സമയത്ത് അവർ സീറ്റ് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ സീറ്റ് ഇതുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യേ. ഹാഫാണെന്ന് എനിക്ക് തോന്നുന്നു, അതോ ടിക്കറ്റ് ഇല്ലയോ എന്തോ. എന്നാലും ഞാൻ അവൾ എൻ്റെ കൂടെയാണ് കിടന്നിരുന്നത് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ ബാക്കിൽ അമക്കിയിട്ട് ഒരു പിടുത്തം. ഞാനപ്പം എന്തെങ്കിലും വിചാരിച്ചു, ഇതാരെങ്ങനെ, എൻ്റെ ഹസ്ബൻഡ് അങ്ങനത്തെ കുസൃതിയുള്ള ആളൊന്നും അല്ല. അപ്പോൾ ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചില നോക്കുമ്പോൾ ഈ പയ്യൻ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോണേ അങ്ങാണ് കേട്ടോ. ഇറങ്ങുമ്പോൾ ഞാൻ തിരിഞ്ഞ് കിടക്കുകയല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഇരുട്ടത്ത് അവൻ്റെ കൈ ഇങ്ങനെ എന്നെ ഗ്രോപ്പ് ചെയ്യാന്ന് പറയും ഇംഗ്ലീഷിൽ കേട്ടോ. എനിക്കത് മലയാളത്തിൽ അങ്ങോട്ട് പറയാനൊരു മടി. നീ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ ഇതിൻ്റെ ഗുണമാണത്. നിങ്ങൾ ആ സിനിമയിലെ മഞ്ജു വാര്യരുടെ സിനിമയിലെ എന്താണ് പൂവങ്കോഴി, എന്താണ് പെടക്കോഴി കൂവുന്ന കാലം എന്തുകൊണ്ടല്ലോ, നമ്മുടെ റോഷൻ ആൻഡ്രൂസിൻ്റെ കഥാപാത്രത്തെ അന്വേഷിച്ച് നടക്കുന്നത് ഇവരെ ഇങ്ങനെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രോപ്പ് ചെയ്തിട്ട്, അതുപോലത്തെ കാര്യമാണ് സംഭവിച്ചത്. ഒരു സ്ത്രീക്ക് അത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ
ഭയങ്കര വിഷമമായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു, ഇതെന്താണിത്, ആ കുട്ടി അറിയാതെ ചെയ്തതാണോ ആവോ എന്ന് പറഞ്ഞു. ഇവനത് കൂളായിട്ട് പോകുന്നുണ്ട് പയ്യൻ കേട്ടോ. ചെറിയ ഇതാണല്ലോ, ഇരുട്ടത്ത് നമുക്ക് കാണാമല്ലോ, ചെറിയ വെളിച്ചമല്ലേ ഉള്ളൂ. ഞാനപ്പോൾ ശരി ചോദിക്കേണ്ട, അറിയാതെ ആണെങ്കിലോ വിട്ടുകളെ. തിരിച്ചു വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്നില്ല കേട്ടോ, ഞാൻ അങ്ങനെ തന്നെ ചെരിഞ്ഞു കിടക്കുക. പിന്നെയും അവൻ, അപ്പം ഞാൻ അവൻ്റെ കൈ കയറി പിടിച്ചു. ഞാൻ ചോദിച്ചു, നീ എന്താണ് ഉദ്ദേശിച്ചത്, എന്താ ഇങ്ങനെ പിടിച്ചങ്ങ് തിരിച്ചു. അവന് ഒന്നുപോലും അതവൻ സപ്രസ് ചെയ്യണം, കാരണം അവൻ്റെ അമ്മ അറിയാതിരിക്കാൻ. ഞാൻ പറഞ്ഞേ, എന്താടാ നീ കാണിക്കുന്നത്, ഈ ചെക്കന് ഏത് എവിടെ നിന്ന് വന്നതാണെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ആരും എന്താ അറിയുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞു. എന്താന്ന് കുറച്ചും ഇങ്ങനെ എത്തി നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിട്ടേര്, രാത്രിയാണേ, എത്ര സമയമായെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുറച്ച് സമയം എടുക്കും നമ്മൾ മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടേ. മദ്രാസ് മെയിൽ കുറച്ച് വെളുത്തതിന് ശേഷം എത്തുന്നത്. ഞാൻ ഇറങ്ങിയിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൻ എത്ര വയസ്സായി എന്ന് ചോദിച്ചു. അപ്പോൾ എത്രയോ 13 14 ആണെന്ന് പറഞ്ഞു. 9ലെങ്ങാണ്ട് പഠിക്കുന്ന സ്കൂളിൻ്റെ പേരൊക്കെ ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം അവന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ അവൻ അറിയാതെ ആയിരിക്കും കേട്ടോ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, അങ്ങനെ തരം താഴ്ത്തൽ, ഞാനൊരു വക്കീലാണ്, ആദ്യം അങ്ങനെ ആയിരിക്കും ഓർത്ത് ഞാനും വിട്ടതാ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. ആ ഉറക്കത്തിൽ അവർ ആ സൗണ്ട് കേട്ടിട്ട് പോലും എഴുന്നേറ്റില്ല. എനിക്ക് അവർക്ക് മനസ്സിലായി കാണുമായിരിക്കും, എന്തെങ്കിലും നാണക്കേട് കൊണ്ട് എണീക്കാതിരുന്നായിരിക്കും. ഞാൻ ചോദിച്ചു, ചേച്ചി നാട്ടോ വിളിച്ചത്. ഞാൻ എൻ്റെ മോള് 3.5 വയസ്സെന്ന് പറയുമ്പോൾ അവരുടെ മകൻ 14 വയസ്സെന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി എന്തുകൊണ്ടാണ് എഴുന്നേറ്റ് അത് നോക്കാതിരുന്നു? അല്ല, എനിക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലായില്ല, അവരുടെ മുഖം കാണണം കേട്ടോ, എനിക്ക് വല്ലാണ്ട്. അപ്പം ഞാൻ വിട്ടു. ഞാൻ പറഞ്ഞു, ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിക്കോളൂ കേട്ടോ, എന്തോ ഒരു വൈകല്യം എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയില്ല, പറഞ്ഞില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ആ അമ്മയും അവനും ഇറങ്ങിപ്പോയാൽ മതി എന്നായിരുന്നു. പിന്നെ അവർ മദ്രാസിലേക്ക് ഇറങ്ങണേ. ഞങ്ങൾ ഇറങ്ങി പോന്നു. അത് AC ഒന്നും അല്ലായിരുന്നു കേട്ടോ കമ്പാർട്ട്മെൻറ്റ്. അന്നൊന്നും ഞങ്ങൾ AC ഒന്നും എടുക്കാറില്ല. സെക്കൻഡ് ക്ലാസ് സ്ലീപ്പറില്ലേ, അതിലായിരുന്നു. സ്ലീപ്പർ ബർത്ത് ഇല്ലേ. ഇത് കഴിഞ്ഞ് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് പേടിയായി തുടങ്ങി. പിന്നെ ട്രെയിൻ യാത്രകൾ, അതിൽ പിന്നെ ഒരു പ്രാവശ്യം മോള് വലുതായി കേട്ടോ. മോൾക്കൊരു 8 വയസ്സ് ഒക്കെ ആയ സമയത്ത്, 8 വയസ്സായ സമയത്ത് ഞാനും മോള് മാത്രം ഇതുപോലെ ട്രാവൽ ചെയ്യും. ഇതുപോലെ മിഡിൽ ബർത്താണ് ഞങ്ങൾ എടുക്കുക. മോളിപ്പുറത്തും ഞാനിപ്പുറത്തുമായിട്ട് കിടന്ന അന്നത്തെ ദിവസം പെട്ടെന്ന് ഒരു സൗണ്ടും കേട്ടു. മോൾ, അമ്മേ എന്നെ ആരട്ട് കിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ കരയണോ. എനിക്ക് എപ്പോഴും ഓർക്കാൻ, ഞാൻ ചാടി എണീറ്റ്, അരവിന്ദ് മോളിലുണ്ട് കേട്ടോ, മോളിലത്തെ ബർത്തിൽ തന്നെയാണ്. എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരികയാണ്. ഞാൻ താഴോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചാടി ഇറങ്ങി. ആരത് എവിടെ അങ്ങ് പോയി, ഭയങ്കര സ്പീഡിലങ്ങ് പോയി. ഞാൻ പെട്ടെന്ന് ചെരുപ്പ് പോലും ഇടാതെ ഞാനിങ്ങനെ തിരിച്ചങ്ങോട്ട്, രാത്രിയാണ്, നടുരാത്രിയാണ്, നമ്മളെ പുറത്തേക്ക് വല്ലവരും തള്ളിയിട്ടാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പം കാണുന്നില്ല. മോള് കാര്യം അമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കണോ കുഞ്ഞ്. എൻ്റെ ദൈവമേ, ഇതൊക്കെ എന്തെല്ലാം വൈകല്യങ്ങളുള്ള മനുഷ്യരാണെന്ന് ആലോചിച്ച് നോക്കൂ. എൻ്റെ മനസ്സുണ്ടല്ലോ നുറുങ്ങാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ വളരെ ജാഗരൂകരായിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഫ്ലൈറ്റ് കയറി പോകാൻ പറ്റുമോ? അതിന് ശേഷം ഉണ്ടല്ലോ, ഞങ്ങൾ യാത്രകൾ ചെയ്യുമ്പോൾ, അപ്പോൾ പിന്നെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വന്നു. എത്ര പൈസ കൂടുതലാണെങ്കിലും ശരി, നമുക്ക് കടിച്ച് പിടിച്ചാണെങ്കിലും ഞങ്ങൾ അതിൽ ബുക്ക് ചെയ്യാൻ തുടങ്ങി. അത്ര പേടിച്ച്, എല്ലാവർക്കും സാധിക്കില്ലല്ലോ. അപ്പം നമുക്ക് കുറച്ച് പിന്നെ നമ്മളുടെ സാമ്പത്തികമൊക്കെ വളർന്നു തുടങ്ങിയ സമയത്ത് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു. ഞാനും മോളും എപ്പോഴും പറയാം, അമ്മ നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്, എനിക്കത് ഓർക്കുമ്പോൾ എന്ന് പറയുമായിരുന്നു. അപ്പം അവൾ പിന്നെ അഡൾട്ട്സിലേക്ക് വന്ന സമയത്തൊക്കെ ഞങ്ങൾ പിന്നെ ഒന്നിച്ച് പോകുമ്പോൾ മാവേലിക്കരയ്ക്ക് പോകാനായിട്ട് ട്രെയിൻ തന്നെയാണ് നല്ലത്. അങ്ങനെ ആദ്യം കുറേ നാൾ പിന്നെ അങ്ങനെ പോയി. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, സെക്കൻഡ് ക്ലാസ് AC പിന്നെ എടുക്കാൻ തുടങ്ങി മാലിക്കര പോകണമെങ്കിൽ. പിന്നെ പക്ഷേ അധികവും ഈ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നേ പിന്നെ ഫ്ലൈറ്റാക്കി മാറ്റി. കാര്യം കുറേ സമയം എടുക്കണം. അതിലും എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫ്ലൈറ്റിൽ, ഇൻഡിഗോ ഫ്ലൈറ്റിൽ. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ മോനെയും കൊണ്ട്, മോൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനുജൻ്റെ ബ്രദറിൻ്റെ മോനെയും കൊണ്ട്, എൻ്റെ നെവ്യൂനെയും കൊണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് മദ്രാസിൽ നിന്ന്. അവർക്കപ്പോൾ എന്തോ വേറെ ഒരു കാര്യത്തിന് പോകണമായിരുന്നു, എൻ്റെ ബ്രദറിനും വൈഫിനും. അപ്പോൾ ഇവന് അമ്മയുടെ അടുത്ത് കൊണ്ടാക്കണം, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അമ്മയച്ഛനെയും കാണുകയും ചെയ്യാം. എന്നിട്ട് ഞാനൊരു ഫ്രൈഡേ ഈവനിങ്ങാണ്, സാറ്റർഡേ വെളുപ്പിനാണ് മോനെയും കൊണ്ട്, ചെറിയ കുട്ടിയാവൻ 3.5 വയസ്സിൽ എൻ്റെ കയ്യിൽ പിടിച്ച് വരിക കേട്ടോ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് പോയി. മുമ്പിലത്തെ സീറ്റാണ് ഞാൻ എടുത്തിരുന്നത്, ഏറ്റവും മുമ്പിൽ. നമുക്ക് കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമുക്ക് അവരത് തരും. പിന്നെ കാല് നീട്ടി വെക്കാം, കുറച്ച് നേരമല്ലേ എടുക്കുകയുള്ളൂ മദ്രാസിൽ നിന്ന്. ഞാനപ്പോൾ ഇങ്ങേറ്റത്ത് ഒരു അങ്കിൾ ഇരിക്കുന്നുണ്ട്, നടുക്ക് മോൻ,
ഇവിടെ ഞാൻ അങ്ങനെ ഇരിക്കാമെന്ന് ഓർത്തിരിക്കുമ്പോൾ മോന് വന്നിട്ട് അവിടെ ഇരിക്കണം. അപ്പച്ചി എനിക്ക് ഇവിടെ ഇരിക്കണം, എനിക്ക് നോക്കണം എന്ന് പറയാം കേട്ടോ, അവൻ്റെ ഇതല്ലേ. അപ്പം ഞാൻ അവിടെ ഇരുത്തിയിട്ട് കുട്ടി കരയാതെ കൊണ്ടുപോകും വേണേ അമ്മയുടെ അടുത്തേക്ക്. എൻ്റെ അമ്മയുടെ അടുത്ത് അമ്മ കംഫർട്ടബിൾ ആവും. എന്നോട് ആണ്, പക്ഷെ എന്നാലും വിഷമിപ്പിക്കരുതല്ലോ, അവൻ്റെ അമ്മയെ വിട്ടിട്ട് വന്നിരിക്കുകയല്ലേ. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഈ നടുക്കത്തെ സീറ്റിൽ ഞാൻ അധികവും അപരിചിതരുമായിട്ട് ചെയ്യുമ്പോഴും ഞാൻ വളരെ അവരുമായിട്ടൊരു ചെറിയൊരു ഫ്രണ്ട്ലി ടോക്കൊക്കെ പറ്റുമെന്ന് നോക്കും. അങ്ങനെ ആകുമ്പോൾ അവർ നമ്മളോട് കുറച്ച് സഭ്യമായിട്ടൊക്കെ പെരുമാറില്ല. അപ്പോൾ ഈ അങ്കിൾ നല്ലൊരാളായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഒക്കെ അത്ര വയസ്സുണ്ടോ അങ്ങനെയുള്ളൊരു മനുഷ്യൻ തോന്നിയിട്ടോ കണ്ടപ്പോൾ. ഒരു മാമ എന്നൊക്കെ നമ്മൾ വിളിക്കുക, അങ്ങനെ ഈ അയ്യർമാർ, അങ്ങനെ ഒരു അങ്കിളായിരുന്നു. അപ്പോൾ ഞാൻ സർ കെൻ ഐ സിറ്റ് ഹിയർ? സോ അതിനെന്താ കാരങ്കോ എന്ന് പറഞ്ഞ് അവർ പെരുമ്പാവൂരുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അച്ഛനെയൊക്കെ അറിയും സംസാരിച്ച് വന്നപ്പോൾ. അങ്ങനെ നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരിത് ചെയ്യല്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ കാല് വെച്ചിട്ട് ഒരാൾ പുറകിലിരുന്നിട്ട് സീറ്റിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എനിക്കിങ്ങനെ എന്നെ തൊടുന്നൊന്നുമില്ല, സീറ്റിൻ്റെ അടിയിൽ ഇങ്ങനെ ചവിട്ടുന്നു. ഹീ ഈസ് ട്രൈങ് ടു സ്ട്രോക്ക് ലൈക്ക് ദിസ്. അയാളുടെ കാല് വെച്ചിട്ട് എന്തൊരു അപമാനമാണെന്ന് അറിയാതൊക്കെ. ഞാനിങ്ങനെ എണീറ്റിട്ട്, അത് നമ്മൾ ബെൽറ്റ് കെട്ടിരിക്കുകയല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ അയാൾ ഉറങ്ങുന്ന പോലെ കിടക്കുന്നുണ്ട്. പിന്നെയും ഞാൻ നോക്കും, ഇയാൾ ഇത് പിന്നെയും ചെയ്യണം. അപ്പോൾ ഈ കുട്ടീനെ വിളിച്ചിട്ട് ഇവിടെ ഇരുത്താനായിട്ട് അവൻ ഇരിക്കുകയുമില്ല. അപ്പം ഞാനിങ്ങനെ പതുക്കെ ഇങ്ങനെ തള്ളി ഇങ്ങനെയൊക്കെ ഇരുന്നൊക്കെ നോക്കിയിട്ട് ഞാൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ ഈ പുറകിലിരിക്കണ മാന്യനാണെന്ന് തോന്നുന്നു, ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ മോൾ ഇവിടെ ഇരുന്നോളൂ ഒന്നും ഫ്ലൈറ്റിനകത്തല്ലേ, ഒന്നും പ്രശ്നം ഉണ്ടാക്കണ്ട, ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പുറത്തിരുന്നു. ആ കുട്ടിയുള്ളതുകൊണ്ടാണേ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ പറയും ആൾക്കാരെ. പക്ഷേ മോനെ കൊണ്ടുപോകുമ്പോൾ അവൻ പേടിക്കില്ലേ, അവനറിയില്ലല്ലോ എന്താണെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇപ്പുറത്ത് ഇരുന്നു. മോൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്, ക്ലൗഡ്സ് കാണുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്. പാവം എനിക്കാണെങ്കിൽ അവിടെ നിന്ന് മാറി ഇരുന്നതിൻ്റെ ഒരു സങ്കടവും ഉണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ലാൻഡായി. അപ്പോഴാണ് ഈ മാനിൻ്റെ ഉറക്കം കഴിഞ്ഞോളൂ. ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ലല്ലോ, കാരണം അയാൾ കണ്ണ് തുറക്കുന്നില്ല. കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെപ്പറ്റി പറയുമെന്ന് ഓർത്ത്. എന്നിട്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ യാത്രകൾ ചെയ്യുന്നവരായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. കാരണം ഈ മോനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോയി. ഇത് രണ്ടും ബാക്കി കുഞ്ഞു അനുഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ വേറെ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ വളർത്തുദോഷമാണല്ലേ. വളർത്തുദോഷം തന്നെയാണ്. നമ്മൾ ചില കാര്യങ്ങൾ അമ്മമാർ നാണമില്ലാതെ പറഞ്ഞോളണം. ആൺമക്കളോടാണെങ്കിലും, എനിക്ക് ആൺമക്കളെ വളർത്തി പരിചയമില്ലെങ്കിലും ഞാൻ പെൺകുട്ടിയെ ആണെങ്കിലും ഞാനങ്ങ് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും. കാരണം എന്താണെന്നറിയോ, എൻ്റെ അമ്മ പറയില്ല, പക്ഷെ അമ്മ പറയുന്നത് എങ്ങനെയാണെന്നറിയോ, അതെ ഈ അകലം വിട്ട് നിന്നോളണം ആണുങ്ങളുടെ അടുത്ത്, അത്രമാത്രം പറഞ്ഞാൽ മതിയോ, ബാക്കിയെല്ലാം കൂടെ പറയണം. അമ്മയ്ക്ക് മടിയായിരുന്നു അന്ന്. പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വൾണറബിലിറ്റി കുറവാണ്. നമ്മുടെ വീടുകളിലുള്ള ആൾക്കാരെ നമ്മൾ ഉപദ്രവിക്കാൻ വരാതിരുന്നാൽ മാത്രം മതി. അല്ലാതെ പുറത്തുനിന്നുള്ള ഉപദ്രവങ്ങൾ വളരെ എന്താ പറഞ്ഞാൽ ശതമാനം കുറവാണ്. ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ ശതമാനം കുറവാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പെൺകുട്ടികളെയൊക്കെ മയക്കിയെടുക്കാനായിട്ടൊക്കെ അന്നൊക്കെ രീതികൾ, അവലംബിക്കേണ്ട രീതികൾ ഒരേ ഒരു തരത്തിലുള്ള നേരെ വല്ല മുക്കിനും വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അവർ പിന്നാലെ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ പണ്ട്. സ്റ്റോക്കിംഗ് ഒക്കെ ആയിരുന്നില്ലേ. അതൊന്നും അത്ര പെട്ടെന്ന് ആരും ചെയ്യാൻ ധൈര്യപ്പെടില്ല. പണിയും കഴിഞ്ഞുകൊണ്ട് പെൺപിള്ളേരെ പുറകിടന്ന് ജയിലിൽ കിടക്കും, അല്ലെങ്കിൽ ഇടികൊള്ളും ആങ്ങളമാരുടെ എന്നറിയാം. അതുകൊണ്ട് അത്രയും കുഴപ്പമുണ്ടായില്ല. ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇവർ 4 സമയത്ത് 5 സമയത്തൊക്കെ ഇവർ ഈ പെൺകുട്ടികളും അതെ ആൺകുട്ടികളുടെ അടുത്ത് ചാറ്റ് ചെയ്ത് അതിൽ കിട്ടുന്ന ഒരു സുഖം നേടുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ടിൻഡർ, എന്താണ് കിൻഡറ, എന്തൊക്കെയാണ് വെബ്സൈറ്റ് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ, ഡേറ്റിംഗ് ആപ്പ് എന്നുള്ള പേരിൽ നമ്മൾ വെസ്റ്റേൺ ആൾക്കാരെ എല്ലാം നമ്മൾ കണ്ണുമടച്ചങ്ങ് എമുലേറ്റ് ചെയ്യുമ്പോൾ, കോപ്പി അടിക്കുമ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളും നമ്മുടെ പിന്നാലെ വരും. എനിക്കത് ആലോചിച്ചിട്ട് ആ പയ്യനെ 10-16 വയസ്സുള്ളൊരു കുട്ടിയെ കുറേ പേര് ഇതുപോലെ ഡേറ്റിംഗ് ആപ്പ് വഴി ചൂഷണം ചെയ്ത് പല സ്ഥലങ്ങൾ വരെ അവൻ പോയിരിക്കുന്നു. 16 വയസ്സുള്ള പയ്യൻ ബസ് കയറി പോയിട്ടുണ്ടാവും, അവന് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടാവും, അവരിയ്ക്കുന്ന സ്ഥലത്ത് ചെന്ന് ഈ പറഞ്ഞ പ്രകൃതി വിരുദ്ധ ഇടപാടുകൾ ചെയ്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിന് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അപ്പം ഞങ്ങൾ എങ്ങനെ ചേച്ചി മനസ്സിലാക്കും? എൻ്റെ അടുത്തൊരു ലേഡി ഇതുപോലെ ചോദിച്ചിരുന്നു, അവൻ്റെ ഉപ്പ വാങ്ങിച്ചു കൊടുത്തത് വലിയ
ഐഫോണോ അങ്ങനെ എന്തോ വാങ്ങിച്ചു കൊടുത്തതാണ്. 10ാം ക്ലാസ് പാസ്സായപ്പോൾ ഞാൻ അവനോട് പറയും അതിലിരുന്ന് കളിക്കല്ലേ എന്ന് പറയും. ഉമ്മമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അറിയുകയും ചെയ്യണ്ടാവില്ല അതിൻ്റേത്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയാവോ, നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ഉപ്പമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും അപ്പന്മാരാണെങ്കിലും ഇത് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സേഫ്റ്റി ലോക്സ് എല്ലാം നിങ്ങൾക്ക് അറിയാമോ എന്ന് നോക്കണം. അതിനുള്ള സേഫ്റ്റി ലോക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആപ്സ് ഉണ്ട് ഇപ്പം. സ്പൈ ആപ്പ് തന്നെ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഏതൊക്കെ സൈറ്റിൽ കയറുന്നുണ്ടെന്നുള്ള ഒരു ഫാമിലി ലിങ്കും ഒക്കെ ആക്ടിവേറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെ എന്തൊക്കെ ചെയ്യുന്നെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഫോൺ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിലിരുന്ന് നിങ്ങളത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്കത് അറിയില്ല, ചെയ്യാൻ അറിയില്ല എന്നൊക്കെ ഉള്ളതാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റ്, അത് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് പോയി ഇരുന്ന് മനസ്സിലാക്കി ഇതെല്ലാം ചെയ്തു തരൂ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. ഇന്നത്തെ കാലം അങ്ങനെ ആയിപ്പോയി. നമ്മൾ മക്കളെ വിശ്വസിക്കേണ്ടെന്നൊന്നുമല്ല. എൻ്റെ മകൻ അങ്ങനെ ചെയ്യില്ല എന്ന് ആ അമ്മ പറഞ്ഞപ്പോഴും രണ്ടാമത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ മനസ്സൊന്ന് പതറിയില്ലേ ആദ്യത്തെ ഇൻസിഡൻറ്റിൽ എനിക്ക് ട്രെയിനിൽ വെച്ചുണ്ടായത്. അപ്പോൾ അതേപോലെ നമ്മളുടെ അവസ്ഥ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മുടെ മക്കളല്ലേ, അവരെ നമ്മൾ സംരക്ഷിക്കണം. നമ്മൾ ഈ പറഞ്ഞ ഈ വെബ് എന്ന് പറയുന്നതും ഇതുപോലെയുള്ള കരാള ഹസ്തങ്ങളാണ്. അത് നമ്മൾ എന്തായാലും നമ്മൾ സൂക്ഷിച്ച് അച്ഛനമ്മമാർ തന്നെ അതിൻ്റെ പിന്നാലെ നടക്കണം. എനിക്കിതൊന്നും അറിയില്ല മാഡം, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ അവിടെ ഏതെങ്കിലും ഒരു ഇതുപോലെ ഉള്ള ഒരു സൈബർ സെക്യൂരിറ്റി ചെയ്യുന്ന ഒരു കമ്പനിയിൽ പോയിട്ട് കുറച്ച് പൈസ കൊടുത്തിട്ട് അവിടെയുള്ളവരോട് ഈ ഫോണിൽ എന്തൊക്കെയാണ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മകന് കാണാൻ കൊടുക്കരുത്, അല്ലെങ്കിൽ അവൻ പോകുന്നത് എനിക്ക് ലിങ്ക് വരണം എന്ന് ആൺമക്കളുള്ള അമ്മമാർക്ക് അത് പറ്റുന്നില്ലെങ്കിൽ അച്ഛന്മാരത് ചെയ്യേണ്ടതാണ്. നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാത്രം. പിന്നെ പറയും 18 വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ പിന്നാലെ നടക്കാൻ പറ്റുമോ മാഡം എന്ന് ചോദിച്ചാൽ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ പാടായി. പക്ഷേ അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇതെല്ലാം ചതിക്കുഴികളാണ്. 100, 200, 300, 500 രൂപയൊക്കെയാണെന്ന് തോന്നുന്നു ആ പയ്യൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള അനാശാസ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ദൈവമേ, നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ ഞാനിങ്ങനെ കുറച്ച് ഭയങ്കര ഇമോഷണലായിപ്പോയി. എൻ്റെ മകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇമോഷണലായില്ലേ. അപ്പോൾ ആൺമക്കളും വളർത്തുന്നവരും ഇപ്പോൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടേ. നോക്കൂ, ആ കുട്ടികളെ നമ്മൾ എത്രത്തോളം സംരക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ സംരക്ഷിക്കൂ. അപ്പോൾ പുറകെ നടക്കാൻ പറ്റില്ല മാഡം എന്ന് പറയണവർ ഈ തരത്തിലുള്ള രീതിയിൽ ഒന്ന് പോയി നോക്കണേ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ അഡൾട്ട് സെൻസ് എന്ന് പറഞ്ഞത് കണ്ടായിരുന്നോ? കുറേ പേര് കണ്ടെന്ന് തോന്നുന്നു. നെറ്റ്ഫ്ലിക്സിൽ അഡൾട്ട് സെൻസ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഐ മീൻ ഇറ്റ്സ് എ സീരിയൽ, വെബ് സീരീസ്. അതിനകത്ത് ആ പയ്യനിപ്പം എമി അവാർഡോ അങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ടെലിവിഷൻസിൻ്റെ ബെസ്റ്റ് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ പയ്യന്. ഇറ്റ് ഇസ് റിയലി എന്താ പറയുക, ഹാർട്ട് ടച്ചിങ്. ആ പയ്യൻ ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് അയച്ച് സ്റ്റോക്ക് ചെയ്തിട്ടൊരു കുട്ടീനെ കൊല്ലുന്നതാണ്. അവളെ ഇവനെ എന്തോ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവനെ ആഗ്രഹം കൊടുക്കുകയോ അവനെ പുച്ഛിക്കുകയോ അതാണ്ടൊക്കെ ചെയ്യാണ് ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജസ് വഴി. സോ നിങ്ങൾ അതൊന്ന് ഇരുന്ന് കാണുമോ. നിങ്ങളുടെ വീട്ടിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ അവരോട് നെറ്റ്ഫ്ലിക്സിൻ്റെ പാസ്വേഡും ഇതൊക്കെ വാങ്ങിച്ച് നിങ്ങളതിലിരുന്ന് കാണും കേട്ടോ. ഇപ്പോൾ ഈ കിൻഡർ ട്വിൻഡർ ഡിംപിൾ എന്നൊക്കെ പറഞ്ഞുള്ള ആപ്പിലൊക്കെ അവർ KYC എന്ന് പറയുന്ന സാധനം വെക്കാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം. KYC അറിയാമല്ലോ അല്ലേ, നോ യുവർ കസ്റ്റമർ. അതിൽ നോ യുവർ കസ്റ്റമറിൽ ഈ നമ്മൾ ഇപ്പം ആക്സിസ് ബാങ്കിലും ഇവിടെയൊക്കെ നമുക്ക് വി ക്യാൻ ഡു വീഡിയോ ചെക്കിംഗ് അല്ലേ, അങ്ങനെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇനി വരുത്തണം. കാരണം KYC വെക്കാൻ പറഞ്ഞാൽ ഇവർ ചേട്ടന്മാരുടെയോ അങ്കിൾമാരുടെയൊക്കെ KYC എടുത്തിട്ടേ പാൻ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ചെയ്യുന്ന ബിരുദന്മാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അറിയാനും പറ്റുന്നില്ല. ചിലതിൽ KYC ഇല്ല. അപ്പം KYC ഉള്ളതേ ഇനി ആപ്സ് പാടുള്ളൂ എന്ന് വെക്കാൻ പോവുകയാണെന്ന് കേൾക്കുന്നു. KYC ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഈ 10-16 വയസ്സുകാരനായിട്ടുള്ള പയ്യനാണോ ഇതിനകത്ത് കയറുന്നതെന്ന് ഫേസ് റെക്കഗ്നിഷൻ ആപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വഴി അവർ കണ്ടുപിടിക്കും ഇനി. അപ്പോൾ പിന്നെ അവർക്ക് അതിൽ കയറാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അങ്ങനെ വൈകല്യമുള്ളവർ അങ്ങനെ കയറുക തന്നെ ചെയ്യും. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിച്ചില്ല ഇവരുടെ ലൈക്ക് മൈൻഡഡ് ഒരു ഗ്രൂപ്പിനെ കണ്ടുപിടിക്കുകയോ 10, 18, 20 വയസ്സായവർ അതിലുണ്ടാവുകയോ അപ്പോൾ അവരുടെ ID വെച്ച് തുടങ്ങുകയൊക്കെ ചെയ്യില്ലേ, പാസ്വേഡൊക്കെ എടുത്ത്. എന്താണെങ്കിലും നമ്മളുടെ കണ്ണെത്തുക തന്നെ വേണം കേട്ടോ. കാരണം ഇന്നത്തെ യുഗം അങ്ങനെയാണ്. ഇന്നലെ ഞാൻ ജെമിനായി ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സാരി ഉടുത്തിട്ട് എല്ലാ സ്ത്രീകൾക്കും കല്ലിൽ കൊത്തിവെച്ച കവിത പോലെ ഇരിക്കുന്ന നമ്മളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ പിക്ചർ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ അവർ കല്ലിൽ കൊത്തിവെച്ച പോലെ ഇങ്ങോട്ട് അയച്ചു തരും അല്ലേ. എന്തിനാണാവോ ഇതൊക്കെ? ഇത് ഒരുതരം നാർസിസമാണ് എന്ന് പറഞ്ഞാൽ
സ്വന്തമായിട്ട് സ്നേഹിക്കുന്നവരാണല്ലോ നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്. അറിയാമല്ലോ അല്ലേ, നാർസിസിസം ഫ്ലവറും ഉണ്ട്, നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്, അതിൽ നിന്നാണ് നാർസിസിസം ഉണ്ടായത്. ഓക്കെ, ഞാൻ പറഞ്ഞു പിന്നെയും കാട് കയറിപ്പോവും. സോ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്. യു പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ടീനേജേഴ്സ്. എല്ലാവരെയും ടേക്ക് കെയർ ചെയ്യണം എന്ന് തന്നെയാണ്, എന്നാലും ടീനേജ് വരെയെങ്കിലും നമ്മളുടെ കണ്ണും കാതും എല്ലാം തുറന്നു തന്നെ ഇരിക്കണം നമ്മുടെ മക്കളുടെ മേലിൽ. അവരെ സ്പൈ ചെയ്യുന്നു, ഞങ്ങളുടെ അവകാശമാണ് ഇതെന്നൊക്കെ പറയുന്ന ആ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇരുത്തി. നിങ്ങളുടെ അവകാശമൊക്കെ 18 വയസ്സ് കഴിയുമ്പോഴാണ് വോട്ടവകാശം വരുന്നുള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ നിങ്ങളെ മാറ്റുകയുള്ളൂ, ഞങ്ങളുടെ സർവൈലൻസിൽ നിന്ന്. അങ്ങോട്ട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. കുറച്ച് ടാൻട്രംസ് ഒക്കെ കാണിക്കുന്ന മക്കളാണെങ്കിൽ അതുപോലുള്ള വിദഗ്ധരുടെ അടുത്ത് കൊണ്ടുപോകൂ. ഓക്കെ, നമ്മുടെ മക്കളല്ലേ, നമ്മളൊരു ഇത്തിരി അവർ നമ്മളെ വിഷമിപ്പിച്ചാലും ശരി, അവരെ വിഷമിപ്പിക്കണ്ട എന്നോർത്ത് നമ്മൾ മാറി നിൽക്കരുത്. നമ്മളതിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെന്താണ് ചെയ്യുന്നതെന്ന് ധൈര്യപൂർവ്വം അതെടുത്ത് നോക്കണം. അമ്മമാർ തന്നെ നോക്കണം, എന്നിട്ട് അച്ഛന്മാരോട് പറഞ്ഞു കൊടുക്കണം. അച്ഛന്മാർ ഈ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റിയൊക്കെ ഉള്ള ഫോൺസും ആപ്സും ഒക്കെ ആയിരിക്കണം മക്കൾ യൂസ് ചെയ്യുന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക്. അത് എപ്പോൾ വേണമെങ്കിലും നമ്മൾ ആ ഫോൺ തുറക്കും എന്നവന് ബോധ്യമുണ്ടാവണം. അവൻ പാസ്വേഡ് ഇട്ട് കുഞ്ഞ് മൂടി വെക്കാൻ പാടില്ല. അത് ആ പാസ്വേഡെല്ലാം അമ്മമാർ അറിഞ്ഞിരിക്കണം. ഇത്രയും പറയണമെന്ന് തോന്നി എനിക്ക് ആ വീഡിയോസൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ കയറിയില്ല കേട്ടോ. ആരെ അറസ്റ്റ് ചെയ്തത്, എന്താ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെ തോന്നുന്നു ഈ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ആളൊക്കെ ഉണ്ട് അതിൽ, അവർക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? അറിയില്ല. കലികാലത്ത് എന്തും സംഭവിക്കും അല്ലേ. നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്കതിൽ നിന്നും കുഞ്ഞുങ്ങളെ പിന്നെ എടുത്ത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും. ഓക്കെ ദെൻ, കുറച്ച് വേദനയോടെയാണ് കേട്ടോ ഞാനിത് ഇന്നത്തെ ഈ എപ്പിസോഡ് പറയുന്നത്. എനിവേ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നാളെ കാണാവേ. ബൈ.